ട്രംപ് വന്നിട്ട് പറഞ്ഞു അടിപൊളി ഡീലാ വെച്ചേക്കുന്നത്, സൂപ്പർ ഡീലാ. പക്ഷെ എന്താ ഡീലിന് ആരോടും പറയത്തില്ല. അത് പണ്ടേ അങ്ങനെയായിരുന്നു. അത് പണ്ട് ഒബാമയുടെ സമയത്ത് സൈൻ ചെയ്യിപ്പിച്ച ന്യൂക്ലിയർ വെപ്പൺസ് വരെ ഉണ്ടാക്കില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഇതിൽ രണ്ടുപേരുടെ ഒരു വിജയം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ സംഭവത്തെ എഗ്രി ചെയ്യുന്ന ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. പക്ഷേ ഇതുവരെയുള്ള അത് ഓൾറെഡി ഉണ്ടായിരുന്ന സാധനം അവർ പണ്ട് 10 കൊല്ലമായിട്ട് സൈൻ ചെയ്താൽ ഞങ്ങൾ ന്യൂക്ലിയർ എന്താ ഡീലെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ഇത് അടിപൊളിയായിരിക്കും. സോ എല്ലാവർക്കും 23ാമത്തെ എപ്പിസോഡിലേക്ക് വെൽക്കം ബാക്ക്, നമ്മുടെ കട്ടൻ ചായ ഡബിൾ പോഡ്കാസ്റ്റ്. അപ്പോൾ ഇത് ആദ്യമായിട്ട് ഡിസ്കവർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അഗെയിൻ ഞങ്ങളൊരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സാണ്. കറണ്ടായിട്ട് നടക്കുന്ന കുറച്ച് അഫെയർസ്, ഫിലോസഫീസ്, നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള തോന്നുന്ന കുറേ ടോപ്പിക്കുകൾ, അപ്പോൾ അതിലൊക്കെ നമ്മുടെ തോട്ട്സ് ഒപ്പീനിയനൊക്കെ ഷെയർ ചെയ്യുന്ന ഒരു ചെറിയ പോഡ്കാസ്റ്റാണ്. ഞങ്ങൾ ബൈ ദ വേ കുറച്ച് ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സാണ് നമ്മളപ്പോൾ ഇങ്ങനത്തെ ഇതൊക്കെ ആയിരുന്നു വരുന്നത്. അപ്പോൾ ഈ ഡിസ്കഷനിൽ നിങ്ങൾക്കും പങ്കാളികളാണ്. നിങ്ങളുടെ ഞങ്ങളും ഇവോൾവ് ആയി വരുന്നുള്ളൂ നമ്മുടെ തോട്ട്സും സംഭവം. സോ ഒബ്വിയസ്ലി എന്തെങ്കിലുമൊക്കെ കമൻറ്റ്സും സംഭവം ഈ വീഡിയോ കഴിയുമ്പോൾ ഉണ്ടെങ്കിലും എന്തായാലും അത് ഷെയർ ചെയ്യണം. സോ ദാറ്റ് വി ക്യാൻ ഓൾസോ ഇംപ്രൂവ് ഓൺ ദാറ്റ്. 120-115 ദിവസത്തിനടുത്ത് എന്തോ ഓടിക്കുക വാറ്. അവസാനം ഫൈനലി ഒഫീഷ്യലി 2 കൺട്രികളും പറയുന്നുണ്ട്. ആദ്യമായിട്ടാണ് ഇറാൻ പറയുന്നത് ഓക്കെ ഞങ്ങളൊരു പീസ് ഡീൽ സൈൻ ചെയ്തു എന്ന്. അതിൻ്റെ ഇമ്പാക്റ്റ് എനിക്ക് തോന്നുന്നത് നമ്മുടെ ഗ്യാസ് സ്റ്റേഷനിലും കാണാൻ പറ്റും. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് 145 അല്ലെങ്കിൽ 150 ഒക്കെ ആയി ഗ്യാസ് ആദ്യമായിട്ട് കുറേ നാളുകൾക്ക് ശേഷം അതായെന്ന് പറയുന്നുണ്ട്. ബട്ട് നമ്മൾ ആ പോയിന്റ്സ് നോക്കുമ്പോഴത്തേനും ഒഫീഷ്യലി ഇന്ന് പറയുന്നില്ല 60 ദിവസത്തേക്ക് ഞങ്ങൾ പീസിലാണ്, ഈ സമയം കൊണ്ട് ഞങ്ങളൊരു ബെറ്റർ ഡീൽ ഉണ്ടാക്കും എന്നാണ് ഒഫീഷ്യലി പറയുന്നത്. പക്ഷേ ഇവരാൻ ആദ്യമായിട്ടാണ് വാർ തുടങ്ങി കഴിഞ്ഞിട്ട് ഫുള്ളി ഷിപ്പ് പോകാനായിട്ടുള്ള അനുമതി കൊടുക്കുന്നത്. അപ്പോൾ അത് സംഭവിച്ചു. US ആദ്യമായിട്ടാണ് അവിടെ എത്തിക്കഴിഞ്ഞിട്ട് ഫുള്ള് ഇതിനെ തിരിച്ചു വിളിക്കുന്നത്. അപ്പോൾ അത് സംഭവിച്ചു. പക്ഷേ എന്നാലും എന്താ പറയുന്നത്, ഒഫീഷ്യലി 2 കൺട്രികളും പറഞ്ഞിട്ടില്ല വാർ ഡീൽ ഞങ്ങൾ കുറച്ച് നാളത്തേക്ക് വാറില്ല എന്നുള്ള സംഭവം എടുത്ത് പറഞ്ഞിട്ടില്ല. അപ്പോൾ അത് എനിക്കൊന്ന് എത്ര ജൂലൈ 14 സംഭവിച്ചെന്ന് തോന്നുന്നു. ഇന്ന് ജൂലൈ 19, 5 ദിവസമായി. അപ്പോൾ 5 ദിവസം നമ്മുടെ തോട്ട്സ് എന്താണ് വല്ലതും നടക്കാനുണ്ടോ? അത് ജസ്റ്റ് ഈ വേൾഡ് കപ്പ് കൊണ്ടൊരു പോസ്റ്റ് കൊടുത്തേക്കുന്നതാണോ? എന്താ സംഭവം ഇത്? ഷൈനൊക്കെ എന്താ തോന്നുന്നത്? ഞാനാണെങ്കിൽ ലേറ്റസ്റ്റായിട്ട് കുറച്ച് മണിക്കൂർ മുമ്പ് കഴിഞ്ഞത് അത് വീണ്ടും കുളമായി. കാരണം ഇസ്രായേൽ ലെബനോനെ കൊണ്ട് ബോംബിട്ടു എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. അപ്പോൾ വീണ്ടും ഇറാൻ അതിൽ നിന്ന് പിന്മാറി, US അതിൽ നിന്ന് പിന്മാറാനാണ് സാധ്യത എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. കാരണം ഉറപ്പാണ്, കാരണം ഇറാനുമായിട്ടുള്ള പീസിന് ഇസ്രായേൽ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഇറാൻ്റെ പീസ് വേണമെങ്കിൽ അവരുടെ മെയിനായിട്ടുള്ളൊരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേൽ ലെബനോനിൽ ബോംബിടുന്ന് നിർത്തണം എന്നുള്ളത് അവരുടെ ഒരു മെയിൻ പോയിന്റാണ്. അത് ഇസ്രായേൽ എന്തായാലും ചെയ്യാൻ പോകുന്നില്ല ഒബ്വിയസ്ലി. കാരണം സീസ് ഫയറും ഇസ്രായേലും ഒരിതിൽ പോവില്ല. കാരണം ഇസ്രായേൽ ഇതുവരെ ഒരു സീസ് ഫയറും എഗ്രിമെൻറ്റും പാലിച്ചിട്ടില്ല. സീസ് ഫയറിനെ എഗ്രി ചെയ്യും, പിന്നെ ഒരു 24 മണിക്കൂറിനുള്ളിൽ അവരത് ബ്രേക്ക് ചെയ്യും. അപ്പോൾ ഇതും അങ്ങനെ തന്നെ. എനിക്ക് ഇത് ഡീൽ വന്നപ്പോഴേ ഓൾമോസ്റ്റ് എല്ലാവരും പറയുന്നുണ്ടായിരുന്നു നോക്കേണ്ടത് ഇസ്രായേലിനെയാണ്, ഇസ്രായേൽ എങ്ങനെ പെരുമാറുന്നു നോക്കിയിട്ടാണോ ഇതിനെ കാണാൻ. കാരണം ഇസ്രായേലിന് ഈ വാർ നിൽക്കണമെന്ന് ഒരാഗ്രഹമില്ല. ഇറാൻ മൊത്തം തീരാതെ അവരെ ഹാപ്പി ആകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ നിങ്ങൾക്കൊക്കെ എന്ത് തോന്നുന്നു? ഈ വാർ തുടങ്ങിയപ്പോൾ എല്ലാവരും ഇതിനെ സപ്പോർട്ട് ചെയ്യുമായിരുന്നല്ലോ. ഇപ്പോൾ എന്ത് തോന്നുന്നു? ആരാണ് ജയിച്ച് നിൽക്കുന്നത്, ആരാണ് തോറ്റിരിക്കുന്നത്? ഈ വാറിന്റെ ആവശ്യം ഉണ്ടായിരുന്നു? ഈ G7 ആ സബ്മിറ്റിൽ കഴിഞ്ഞ ദിവസം ട്രംപ് വന്നിട്ട് പറഞ്ഞു അടിപൊളി ഡീലാ വെച്ചേക്കുന്നത്, സൂപ്പർ ഡീലാ. പക്ഷെ എന്താ ഡീലിന് ആരോടും പറയത്തില്ല. പുള്ളിക്കാര്യത്തിൽ എന്താ ഡീലെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ഇത് അടിപൊളിയായിരിക്കും. ഡീല് ഞാൻ എന്താണെന്ന് ആരോടും. പക്ഷെ ഇറാൻ അത് കഴിഞ്ഞു എന്ന് പറയുന്നുണ്ടായിരുന്നു. ഡീലിൽ നമ്മൾ ജയിച്ചു, എന്താ ഇത് എഗ്രി ചെയ്തു, അത് എഗ്രി ചെയ്തു, നമ്മുടെ ആ പോയിന്റ്സ് എഗ്രി ചെയ്തു. പിന്നെ പക്ഷെ സ്റ്റിൽ പുള്ളി വന്നിട്ട് പറയും ഇത് നമുക്ക് ഇതുവരെ നമ്മൾ ഉണ്ടാക്കിയ ഏറ്റവും അടിപൊളി ഡീലായിരിക്കും ഇത്. അത് തോന്നുന്നുണ്ടോ? ആർക്കെങ്കിലും അങ്ങനെ തോന്നുന്നുണ്ടോ? ഡീലിൽ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് US എനിക്ക് $300 ബില്യൺ അടുത്ത് എന്തോ ആണ് റീകൺസ്ട്രക്ഷൻ. പക്ഷെ US നല്ല പോകുന്നത്. US പ്രോമിസ് ചെയ്തിട്ടുണ്ട് എന്ന് വെച്ചാൽ പ്രൈവറ്റ് ആയിട്ട് ഉള്ള കമ്പനികൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് US എൻകറേജ് ചെയ്യും. G7 കൺട്രീസ്, കറക്റ്റ്, അറബിക് കൺട്രീസ്, പിന്നെ US അതിൽ കൊടുക്കണം. US 25 ബില്യൺ എന്നാണ്ട് കൊടുക്കുന്നുണ്ട്. പ്രൈവറ്റ് ആയിട്ടുള്ള കമ്പനികൾക്കും ഇൻവെസ്റ്റ് ചെയ്യാം ഇറാനിൽ. ഇൻവെസ്റ്റർ അല്ല, ആ കൺസ്ട്രക്ഷനിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് അവർക്ക് തിരിച്ച് അവരുടെ ബെനിഫിറ്റ് ഇട്ടാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഗ്യാസോ അല്ലെങ്കിൽ ഓയിലോ എന്തെങ്കിലും അങ്ങനൊന്നും അല്ല. ഇത് അവർ റീകൺസ്ട്രക്ഷന് വേണ്ടി ഇവർ കൊടുക്കുന്ന പൈസയല്ല, അതായത് ഇൻവെസ്റ്റ്മെന്റ് ഒന്നും അല്ല. യുഎസിന്റെ ഇതിന് പോകുന്ന പൈസ അല്ല, അതവര് പറയുന്നത് ഇൻവെസ്റ്റ് ചെയ്യാം. അതവർ പറയുന്നതല്ല. അത് എത്ര ചൈന പോലും, ചൈന ആണെങ്കിലും UAE ആണെങ്കിലും സൗദി ആണെങ്കിലും അവരൊക്കെ ഇതിന് റീകൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി സപ്പോർട്ട് ചെയ്യും. പെർമിഷൻ വേണം. ബിക്കോസ് കാരണം അതിന് ഇവരുടെ ആ ഒരു ഫിനാൻഷ്യൽ സിസ്റ്റം അത്ര സ്ട്രോങ് ആ. അപ്പോൾ ഇവൻ തന്നെ ഈ പെട്രോളോട് എടുക്കുകയാണെങ്കിൽ തന്നെ ഇപ്പം നിങ്ങളിങ്ങനെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഞങ്ങളുടെ ഇതായിട്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കേൾക്കത്തേ ഉള്ളൂ. അത് മൊത്തത്തിൽ കൊളാപ്സ് ആണ് എല്ലാവരുടെ ഫിനാൻഷ്യൽ സിസ്റ്റം. അതിപ്പോൾ ഇവരെങ്ങനെ പറയത്തുള്ളൂ. കാരണം ഇവർക്ക് എന്തെങ്കിലും ഒരു ജയം വേണം. അപ്പോൾ അവരങ്ങനെ പറയുള്ളൂ. ഞങ്ങൾ കൊടുക്കുന്നില്ല എന്നേ പുള്ളിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം പുള്ളിക്ക് 300 ബില്യൺ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞത് ഏറ്റവും വലിയ അടിയായിരിക്കും. പുള്ളിക്ക് എന്തായാലും അത് ഒബ്വിയസ്ലി പറഞ്ഞേ പറ്റുള്ളൂ. ഞങ്ങളല്ല കൊടുക്കുന്നത്, ടാക്സ് പെയർ മണി അല്ല പോകുന്നത് എന്ന് പുള്ളിക്ക് പറഞ്ഞേ പറ്റുള്ളൂ. എനിക്ക് തോന്നുന്നില്ല. കാരണം എനിക്കൊന്ന് US തന്നെ ഇപ്പോൾ അതിന് വലിയ ബാക്ക്ലാഷ് നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം US എല്ലാവരും പറയുന്നത്
ഈ 300 ബില്യൺ അവരുടെ പോകുന്നത്. അല്ല, നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഇറാൻ നോ ന്യൂക്ലിയർ വെപ്പൻ ഡിസ്ട്രോയ് ഓൾ ദ യുറേനിയം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എഗ്രി ചെയ്യുന്നു? അത് എഗ്രി ചെയ്തു അത് എഗ്രി ചെയ്തെന്ന് പറഞ്ഞിട്ടില്ല. അല്ലല്ല, ന്യൂക്ലിയർ എൻറിച്ച്മെന്റ് പറ്റും, പക്ഷേ സിവിൽ പർപ്പസിന് പറ്റും. ലൈക്ക് എന്തോ ഈ പവർ ജനറേഷൻ അതിനൊക്കെ പറ്റും, അല്ലാതെ വെപ്പൺസ് ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ടാക്കാനുള്ള ഇതില്ല. അതവർ എഗ്രി ചെയ്തു. ഓക്കെ, എന്നാ തോന്നുന്നത്. പുതിയതായിട്ട് അത് പണ്ടേ അങ്ങനെ ആയിരുന്നു. അത് പണ്ട് ഒബാമയുടെ സമയത്ത് സൈൻ ചെയ്യിപ്പിച്ച ന്യൂക്ലിയർ വെപ്പൺസ് അവർ ഉണ്ടാക്കില്ല എന്ന്. ഈ വാർ തുടങ്ങുന്നതിന് മുമ്പേയും എനിക്കൊന്ന് US ടോപ്പ് ഒഫീഷ്യൽസും പറഞ്ഞത് അവർക്ക് ന്യൂക്ലിയർ സംഭവങ്ങളൊന്നും ഇല്ല. അങ്ങനെ തന്നെയാണ് ഇപ്പോൾ ഇരിക്കുന്നത്. വാറിന് മുമ്പ് എങ്ങനെ ആയിരുന്നു അങ്ങനെ തന്നെയാണ് ഇപ്പോൾ ഇരിക്കുന്നത്. പക്ഷേ ഇതിനിടയ്ക്ക് ഇറാൻ തന്നെ അല്ലായിരുന്നു ഒരിടയ്ക്ക് ഒരു AI സംഭവമൊക്കെ റിലീസ് ചെയ്തത്. മറ്റേ ഹൊമേനി നടന്ന റൂമിൽ പോകുമ്പോൾ അവിടെ മറ്റേ ന്യൂക്ലിയർ ഇരിക്കുന്ന പുള്ളി എന്നിട്ട് അങ്ങനെ പറഞ്ഞിട്ട് ഇവരൊരു വീഡിയോ ഒക്കെ ഇവർ തന്നെ ഒഫീഷ്യലി ഇറാൻ സംഭവം ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്താൽ അതൊക്കെ ട്രോൾ വീഡിയോ, അതിന്റെ ഇടയ്ക്കുള്ള ട്രോൾ ആയിരിക്കും. അവർക്ക് ന്യൂക്ലിയർ എന്തായാലും ഇല്ലെന്ന് അവർ ഓൾറെഡി സമ്മതിച്ചതാ. അത് അവർ ചെക്ക് ചെയ്യുകയും ചെയ്താ. US ആൾക്കാർ തന്നെ അവർ ചെക്ക് ചെയ്ത് അവർ കൺഫേം ചെയ്തതാ. ഇവൻ ഈ പറഞ്ഞ 300 മില്യൺ കേസാണല്ലേ അവർ ഈ ഇറാൻ ഇന്റർനാഷണൽ ന്യൂസ് എന്ന് പറയുന്ന അവരുടെ വെബ്സൈറ്റിൽ തന്നെ അവർ സബ്മിറ്റ് ചെയ്തു. ഇതൊരുമാതിരി പെർമിഷൻ സ്ലിപ്പ് പോലെയാ. അതായത് US ഒരു പെർമിഷൻ സ്ലിപ്പ് കിട്ടുന്നു, ബാക്കി എല്ലാ കൺട്രീസും വരെ റീകൺസ്ട്രക്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളത്. എന്തായാലും അത് വലിയൊരു ഇതല്ല. അവർക്ക് 300 ബില്യൺ അവർക്ക് കിട്ടാൻ പോകുന്നത്. ഇത്രയും കാലം ഒന്നും ഇല്ലാതിരുന്ന 300 ഇല്ലാത്തവർക്ക് 300 ബില്യൺ കിട്ടും. അവർക്കുണ്ടായിരുന്ന സാങ്ഷൻസ് കുറേയൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. പിന്നെ അവരുടെ കുറെ ഫ്രോസൺ ആയിട്ടുള്ള അസറ്റ്സ് ഉണ്ടായിരുന്നു ഇറാന്റെ, അതെല്ലാം അൺഫ്രീസ് ചെയ്തു. ഇനി അവർക്ക് 12 ബില്യൺ എത്ര മില്യൺ ആണോ ബില്യൺ ആണോ അറിയത്തില്ല, എന്തായാലും കുറെ അൺഫ്രീസ് ചെയ്തു. കാരണം അവർ വാറിന് മുമ്പത്തേക്കാളും കുറെ കൂടെ പവർഫുൾ ആയി. ഇനി അവർക്ക് മിസൈൽസ്, ബാലിസ്റ്റിക് മിസൈൽസ് അവർക്ക് ഉണ്ടാക്കാം. അതിൽ നിർത്താൻ ഇല്ല. അവിടെ എനിക്കത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ കയറിയപ്പോൾ, അതായത് വാർ തുടങ്ങിയപ്പോൾ $24 ബില്യൺ ഫ്രീസ് ചെയ്ത് വിട്ടു. അതുവരെ ഒന്നും ഫ്രോസൺ അല്ലായിരുന്നു. അവരുടെ കുറെ അസറ്റ്സ് ഫ്രോസൺ ആയിരുന്നു പണ്ടോട്ട്. കാരണം അവർ സാങ്ഷൻസിലായിരുന്നില്ല ഇത്രയും കാലം ജീവിച്ചത്. കഴിഞ്ഞ 45 ദിവസമായിട്ട് അവർ US സാങ്ഷനിലാണ് ജീവിച്ചോണ്ടിരുന്നത്. ഇപ്പൊ 24 ബില്യൺ ഫ്രീസ് ചെയ്തു. എടുത്ത് മാറ്റി, ഹാഫ് എടുത്ത് മാറ്റി, സാങ്ഷൻസ് എടുത്ത് മാറ്റി. ലൈക്ക് അവർക്ക് കുറെ സാങ്ഷൻസ് ഉണ്ടല്ലോ, വേറെ ആൾക്കാർ വേറെ കൺട്രീസായിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റത്തില്ല, അങ്ങനെ കുറെ ഇത് US വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം എടുത്ത് മാറ്റി. ഇനി അവർക്ക് അത് ഈവൻ സ്റ്റിൽ എനിക്കറിയാം അത് അങ്ങനെ സംഭവം. അതായത് ഇപ്പം പറയുന്ന ഞാൻ എൻ്റെ അടുത്ത് വെച്ച് വായിച്ചു നോക്കിയതിൽ എങ്ങനെ പോയാലും US വഴിയെ US ഇവർക്ക് എന്താ ട്രേഡിങ് നടത്താൻ പറ്റുള്ളൂ. അത് എന്തായാലും അങ്ങനെ. അതായത് ഇപ്പം എല്ലാവർക്കും ഈവൻ ചൈനയുടെ ICBCയിലാണെങ്കിൽ കൂടി ഇവർക്ക് വലിയൊരു അസറ്റ് ഉണ്ട്. ഇത്രങ്ങാണ്ട് ട്രില്യൺ $7.something ട്രില്യൺ US അസറ്റ് ഉണ്ട്. അതുപോലെ ഇറാനും ഉണ്ട്. അതിപ്പോഴും അങ്ങനെ തന്നെയാണ്. അതായത് ആ ബിസിനസ് ഇന്റർനാഷണലി ബിസിനസ് ചെയ്യണമെങ്കിൽ US പറ്റത്തുള്ളൂ. പക്ഷേ ഇത്ര വാർ തുടങ്ങിയതിന് ശേഷം ഇത്രയും കാലം അവർക്കത് പോസിബിൾ അല്ലായിരുന്നു. ഇപ്പൊ അത് സാങ്ഷൻ ആക്കി കൊടുത്തു. അതായത് ഇതുവരെ ഉണ്ടായിരുന്നു, കുറെ നാളത്തേക്ക് നിർത്തി വെച്ചു. വാർ തുടങ്ങിയപ്പോഴല്ല, അവർക്ക് കഴിഞ്ഞ 45 കൊല്ലമായിട്ട് അവർക്ക് US സാങ്ഷൻ, അവർക്ക് വേറെ രാജ്യങ്ങളിൽ ട്രേഡ് ചെയ്യാൻ പറ്റത്തില്ല, അങ്ങനെ കുറെ സാങ്ഷൻസ് ഉണ്ടായിരുന്നു. ഇപ്പോഴും എനിക്ക് തോന്നുന്നില്ല അതൊക്കെ മാറ്റി. US തന്നെ ന്റെ ആവശ്യമൊന്നും എനിക്ക് തോന്നുന്നില്ല. അവർക്ക് വേണമെങ്കിൽ ആരെങ്കിലും ചെയ്യാവുന്നുള്ളൂ. ചൈനയോട്ടോ റഷ്യയോട്ടൊക്കെ അവർക്ക് ഫ്രീ ആയിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. ഇല്ല, എന്തോ ഞാനിത് കണ്ട ആ ഒരു ഇറാന്റെ തന്നെ NTL ഇന്റർനാഷണൽ എന്ന് പറയുന്ന ന്യൂസ് ചാനലാണ് കണ്ടത്. ഞാൻ ഇങ്ങനെ കണ്ടത്, എനിക്ക് ഡീറ്റെയിൽ അറിയില്ല. ഇത് അവർക്ക് വലിയൊരു വിജയമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. വേറെ നിങ്ങൾക്ക് തോന്നുന്നു? എനിക്ക് ഒബ്വിയസ്ലി നമുക്കെല്ലാവർക്കും നല്ലതാണ് കാര്യം. ഓയിലിൻ്റെ പ്രൈസ് കുറഞ്ഞു വന്നു. US ആൾക്കാർക്ക് റിലീഫാണ്. കാര്യം അവർ കുറേ വാറിന് വേണ്ടി എത്ര പൈസ ആയിരിക്കും ആ ഒരു ഖജനാവിൽ നിന്ന് പോയിട്ടുണ്ടാകും? 100 ബില്യൺ. എത്ര? 100 ബില്യൺ മിനിമം. അപ്പം അതെന്തായാലും US നഷ്ടം തന്നെയായിരുന്നു. പക്ഷേ ഇതിൽ വെച്ചിട്ട് എന്തെങ്കിലും പോസിറ്റീവ് ഉണ്ടായിട്ടുണ്ടോ നെഗറ്റീവ് ഉണ്ടായിട്ടുണ്ടോ അത് ഇതിന്റെ സംഭവം തീരുമ്പോൾ കണ്ടറിയാൻ പറ്റും. വേറൊരു കാര്യം എനിക്ക് തോന്നുന്നില്ല എന്തായാലും നെതന്യാഹു ട്രംപ് പറയുന്നത് കേട്ടിട്ടാണെങ്കിൽ എനിക്ക് തോന്നുന്നില്ല. പുള്ളി ഓൾറെഡി ഇപ്പൊ തന്നെ നീ പറഞ്ഞ കേസിലാണെങ്കിൽ ഓൾറെഡി അപ്പൊ പരിപാടി തുടങ്ങി. ഓൾറെഡി ട്രംപ് എന്ന് പറഞ്ഞത് ഞാൻ ഓൾറെഡി BBയോടെല്ലാം സംസാരിച്ചിട്ടുണ്ട്. BB പറഞ്ഞു. പുള്ളി ആദ്യമായിട്ട് BBക്കെതിരെ അങ്ങനെ സംസാരിക്കുന്നത് ഞാൻ കേൾക്കുന്നത്. ഞാനില്ലെങ്കിൽ നിങ്ങൾ ഇസ്രായേൽ ഇല്ല. പുള്ളി മാത്രമല്ല, JD വാൻസ് വരെ വന്നിട്ട് പറയുന്നുണ്ട് ഞാനായിരുന്നു ഇസ്രായേലിന്റെ ഒരു മുന്നിരിക്കുന്ന ആളെങ്കിൽ ഇതുപോലത്തെ മണ്ടത്തരം ഞാൻ ഒരിക്കലും കാണിക്കത്തില്ല. വെറുതെ ഷോയാന്ന് എനിക്ക് തോന്നുന്നത്. ഇനിയിപ്പോൾ അത് അങ്ങനെയൊക്കെ പറയേണ്ട കാര്യമുള്ളൂ. പക്ഷെ എന്നാലും എനിക്ക് തോന്നുന്നില്ല ഒരിക്കലും ഇസ്രായേൽ അടങ്ങിയിരിക്കുമെന്നും. അതുകൊണ്ടായിരിക്കും ഇവർ 60 ദിവസം തന്നെ വെച്ചത്. ഇമ്മീഡിയറ്റ് ആയിട്ട് ആ സീസ് ഫയർ എഗ്രി ചെയ്യാണ്ട് ഒരു 60 ദിവസത്തെ നോട്ടീസ് വെക്കാൻ തന്നെ കാരണം. 60 ദിവസം പോയിട്ട് ഒരു ദിവസം പോലും അടങ്ങിയിരുന്നില്ല അവരാണല്ലേ. അത് ഉറപ്പായിരുന്നു. അതെനിക്ക് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയായിരുന്നു ഇസ്രായേൽ അടങ്ങി. ഇവൻ ഈ ഓയിലിന്റെ പ്രൈസ് ആണെങ്കിൽ അതൊക്കെ ഓരോ കളിയാണ്. അതിപ്പോൾ നീ പറഞ്ഞ പോലെ നമ്മൾ 1.0405 കിടന്നേ. അപ്പോൾ അതായിരുന്നു നമ്മുടെ നോർമൽ. അപ്പോൾ ആ നോർമലിനെ അവർ പുഷ് ചെയ്ത് ഇൻഫ്ലേഷൻ കാരണം ഈ വാർ വന്നിട്ട് 1.9 വരെയൊക്കെ എത്തിച്ചു. എന്നിട്ട് ഇനിയിപ്പോൾ അവരത് പയ്യെ കുറയ്ക്കും. കുറച്ചിട്ടൊരു 1.5 1.3 കൊണ്ട് നിർത്തിയിട്ട് എല്ലാവരും പറയും ഇൻഫ്ലേഷൻ കുറഞ്ഞിട്ടുണ്ട്,
ഇനി തൊട്ട് അതാണ് നോർമൽ. ഇനി തൊട്ട് അതാണ് നിങ്ങളുടെ നോർമൽ. അല്ല, ആൾക്കാർ നോക്കുമ്പോൾ ആശ്വാസമായല്ലോ. കാര്യം പറഞ്ഞാൽ 1.7 എന്നൊക്കെ 1.3 വന്നു. ഓ, വാറ് കാരണം കുറഞ്ഞു. പക്ഷെ ശരിക്കും പിന്നെ അവർക്ക് അവിടെ ലാഭമുണ്ട്. ഇതുവരെ നമ്മൾ നോക്കിയത് നമ്മൾ വന്നപ്പോൾ 0.7 കടന്നായിരുന്നു. അത് ഇൻഫ്ലേഷൻ കാരണം കോവിഡൊക്കെ വന്ന് കൂട്ടി കോവിഡ് വന്നപ്പോൾ ഈവൻ 1.5 1.6 വരെയൊക്കെ വന്നായിരുന്നു. എന്നിട്ട് അത് അവർ കൊണ്ടുപോയിട്ട് 1.3 1.2 ഒരു 1. അങ്ങനെ ഒരു ഏരിയയിൽ കൊണ്ടുപോയി നിർത്തി അവർ. പിന്നെ എല്ലാവരും അതിൽ ഓക്കെ ആയിരുന്നു, കംഫർട്ടബിൾ ആയിരുന്നു. ആരും കരയാനോ പിടിക്കാനൊന്നും പോയില്ല. ഇനിയിപ്പോൾ അതാ സംഭവിക്കാൻ പോകുന്നത് എനിക്ക് തോന്നുന്നത്. ഒരു 1.3 1.4 കൊണ്ട് നിർത്തും മിക്കവാറും. അതിൽ നിന്ന് താഴോട്ട് എനിക്ക് തോന്നുന്നില്ല. ഇനി പോവില്ല, എനിക്ക് തോന്നുന്നില്ല ഇനിയും പോകും. സംഗീതത്തിന്റെ തോട്ട്സ് എന്തായാലും എനിക്ക് തോന്നുന്നു ഇതിൽ രണ്ടുപേരുടെ ഒരു വിജയം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ട്രംപ് പറയുവാണെങ്കിൽ ഇത്ര സംഭവങ്ങളുണ്ട്, പക്ഷേ ഇറാന് സംഭവത്തെ എഗ്രി ചെയ്യുന്ന ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. പക്ഷേ ഇപ്പോഴത്തെ നമ്മുടെ ഇൻഫർമേഷൻ വെച്ച് ഇറാൻ ന്യൂക്ലിയർ വെപ്പൻ്റെ അതിന് എഗ്രി ചെയ്ത് അത് അവർ ഒരിക്കലും സമ്മതിക്കില്ല എന്നുള്ളൊരു സംഭവമായിരുന്നു. അത് ഓൾറെഡി ഉണ്ടായിരുന്ന സാധനം. അവര് പണ്ട് 10 കൊല്ലമായിട്ട് സൈൻ ചെയ്താ ഞങ്ങൾ ന്യൂക്ലിയർ. പക്ഷെ അത് ഉണ്ടാക്കാൻ തുടങ്ങിയോണ്ടല്ലേ വാർ തുടങ്ങിയത്. ഇല്ല, ഉണ്ടാക്കാൻ തുടങ്ങിയത് ട്രംപ് ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ടാണ് യുഎസിലെ 18 ടോപ്പ് ഇന്റലിജൻസ് ഏജൻസികൾ റിപ്പോർട്ട് ചെയ്ത് അവർക്ക് ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ടാക്കുന്ന ഒരു സംഭവം ഇല്ലായിരുന്നു രാജ്യത്ത്. അത് അവിടെ പോയിട്ട് അവര് വെരിഫൈ ചെയ്ത കാര്യം അത് ഇല്ല. പക്ഷേ ഒരു യുറേനിയം എന്താ 90% അത് സിവിൽ പർപ്പസുകൾക്ക് വേണ്ടി അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും. ചെക്ക് ചെയ്യാൻ പറ്റും. പുറത്തുനിന്ന് യുഎസിനൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ പറ്റും. ചെക്ക് ചെയ്യുമ്പോൾ സംഭവം ഇല്ല. ചെക്ക് ചെയ്തിട്ട് സംഭവം ഉണ്ടെന്നിട്ടല്ലേ ബോംബിട്ടത്. അത് ഇല്ലെന്ന് അവിടുത്തെ ഇന്റലിജൻസ് ഏജൻസി പറയുന്നു ഇല്ലെന്ന്. ട്രംപ് പറയുന്നു, നെതന്യാഹു പറയുന്നു. കഴിഞ്ഞ 45 കൊല്ലമായിട്ട് പറയുക അടുത്ത ആഴ്ച ഒരു ന്യൂക്ലിയർ ബോംബ് നാളെ ബോംബിടണം. ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്കിയോ. കൺഫേംഡ് 45 വർഷമായിട്ട് പറഞ്ഞാൽ മതി. ആയിട്ടുള്ള സംഭവങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യുറാനിയയിൽ ഒരു ലാർജ് ക്വാണ്ടിറ്റി ഓഫ് ഹൈ എൻറിച്ച്ഡ് യുറാനിയം ഉണ്ടായിരുന്നു, അത് കൺഫേംഡ് ആയിട്ടുണ്ട്. പക്ഷെ അത് വെച്ചിട്ട് അവർക്ക് ഒരു പ്രോഗ്രാം ഉണ്ട്, അവരങ്ങനെ ചെയ്യുന്നുള്ളത് കൺഫേം ആയിട്ടില്ല. പക്ഷെ അവർക്ക് യുറേനിയം അവർ വിത്ത് ടൈം കളക്ട് ചെയ്ത് വന്നിട്ടുണ്ടെന്നുള്ളത് അവർക്ക് പറ്റും. അതിനുള്ള ഇതുണ്ട്, ലൈക്ക് അവർക്ക് സിവിൽ പർപ്പസിന് വേണ്ടിയിട്ട് എൻട്രി ചെയ്യാൻ പറ്റും. വെപ്പൺസ് ഉണ്ടാക്കത്തില്ലെന്ന് അവർ ഒബാമ ഇരുന്ന സമയത്ത് ഒബാമ സൈൻ ചെയ്യിപ്പിച്ച. ഒബാമ ആണെങ്കിൽ അവർക്ക് അത്ര 2.5 ബില്യൺ എന്നുണ്ട് അവിടുത്തെ. ഇപ്പം എന്താ, ഇപ്പം അവർക്ക് ബോംബ് ഉണ്ടാക്കാൻ പറ്റും, 300 ബില്യണും കിട്ടും. ഇനി സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ് അവരുടെ കയ്യിലായിരിക്കും. അവിടുന്ന് അല്ല, ഇപ്പൊ അവരുടെ യുറേനിയം കാര്യങ്ങളൊക്കെ നശിപ്പിക്കണമെന്ന് പറഞ്ഞാൽ അത് ചെയ്യുമോ? അതും ചെയ്യത്തില്ല. അത് പുള്ളി ട്രംപ് പറഞ്ഞു, ലൈക്ക് ഇറാന് ചുറ്റുമുള്ള രാജ്യങ്ങൾക്ക് യുറേനിയം ഉണ്ട്, അപ്പോൾ പിന്നെ അവർക്ക് ഇരുന്ന എന്താ കുഴപ്പമെന്നാണ് പുള്ളി ചോദിക്കുന്നത്. ഇപ്പോൾ പുള്ളി നേരെ പ്ലേറ്റ് തിരിക്കുക. ബലിസ്റ്റിക് മിസൈലിൻ്റെ കാര്യങ്ങളും പറഞ്ഞ് അവർക്ക് ആവശ്യമുള്ളല്ല, അവർക്ക് ചുറ്റുമുള്ള കൺട്രികൾക്ക് മിസൈലുണ്ട്, അപ്പോൾ അവർക്ക് മിസൈൽ വേണ്ടെന്നാണ് പുള്ളി ഇപ്പോൾ ചോദിക്കുന്നത്. എനിക്കറിയത്തില്ലേ, പക്ഷെ അത് കോമഡിയാണ്. ഭയങ്കര കോമഡിയാണോ അതോ വേറെ എന്തെങ്കിലും ആണോ എന്ന് എനിക്കറിയത്തില്ല. ഇന്നിപ്പോൾ ഡീല് സൈൻ ആവേണ്ടിയായിരുന്നു സ്വിറ്റ്സർലാൻഡ് വെച്ച്, പക്ഷെ അത് പോസ്റ്റ്പോണ്ട് ആയിരുന്നാണ് ലേറ്റസ്റ്റ് ന്യൂസ് വരുന്നത്. അപ്പൊ ഇന്നലെ പോയി സൈൻ ചെയ്തായിരുന്നു. ട്രംപ് സൈൻ ചെയ്തില്ല. വീഡിയോ ഇറങ്ങി സൈൻ ചെയ്തിട്ടുണ്ട്. സ്വിറ്റ്സർലാൻഡിലോ? അല്ലേ, സ്വിറ്റ്സർലാൻഡല്ല, ഫ്രാൻസ്. അത് വേറെ ഡീലാ. സ്വിറ്റ്സർലാൻഡിലാണ് പാകിസ്ഥാന് മീഡിയേറ്റർ ആയിട്ട് ഇറാനും വന്ന് സൈനിട്ടുണ്ട്. പക്ഷെ അത് പോസ്റ്റ്പോണ്ട് ആയെന്നാണ് ലേറ്റസ്റ്റ് ന്യൂസ്. അങ്ങോട്ട് പോയില്ല. അത് പോസ്റ്റ്പോണ്ട് ആയതിന്റെ കാരണം ഇതാണ്, ലെബനോണിൽ വീണ്ടും സ്ട്രൈക്ക് ചെയ്ത് ഇസ്രായേൽ. അതാണ് ലേറ്റസ്റ്റ് ന്യൂസ്. ഇസ്രായേലിനെ പിടിച്ചിട്ട് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ ലോകത്തെ പകുതി കാര്യങ്ങളും ഇല്ല. പുള്ളി ബിബി എന്ന് പറയുന്നുണ്ടായിരുന്നു, ഇസ്രായേലിന് ഇനി ഒറ്റയ്ക്ക് നിൽക്കേണ്ട ഒരു സാഹചര്യം വരുവാണെങ്കിൽ ഇസ്രായേൽ ഒറ്റയ്ക്ക് നിൽക്കുമെന്ന്. ഞങ്ങൾക്ക് ആരുടെ ആവശ്യമില്ല. അവർക്ക് അങ്ങനത്തെ ഇതൊക്കെ ഉണ്ട്, ലൈക്ക് ഡോക്ടറിനൊക്കെ ഉണ്ട് അവർക്ക്. അവരൊറ്റയ്ക്കാണെങ്കിൽ അവർ ലോകം മൊത്തം. പുള്ളി അതുപോലെ പറഞ്ഞ ഇത് ഞങ്ങൾ ഓൾറെഡി മുന്നേ കണ്ടതാണ്. പിന്നെ അവർക്കറിയാം പുള്ളി എത്ര ഉണ്ടെന്നല്ലോ. പുള്ളി ഒരു എഡിറ്റഡ് ഒരു ഫോട്ടോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ട്രംപിന്റെ കൂടെ ഇരിക്കണേ. എന്നിട്ട് ഇറാൻ വിൽ നെവർ ഹാവ് എ ന്യൂക്ലിയർ വെപ്പൺ എന്ന് പറഞ്ഞ് ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തേക്കണേ. അത് എല്ലാവരും സമ്മതിക്കുന്ന കാര്യം, അത് ഇറാൻ വേണമെന്നുള്ള കാര്യം. ഇറാൻ വരെ സമ്മതിക്കുന്ന കാര്യം. പിന്നെ ഈ പുള്ളിയിരത്ത് പറയുന്നത്. നിങ്ങളുടെ ഈ ഇന്നത്തെ കണ്ടിട്ട് നിങ്ങളുടെ ഈ പർട്ടിക്കുലർ വീഡിയോ കണ്ടതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തോട്ട്സും കമൻറ്റും ഉണ്ടെങ്കിൽ താഴെ പറഞ്ഞറിയിക്കുക. നമുക്ക് എന്തെങ്കിലും ബെറ്റർ ആക്കാനുണ്ടെങ്കിൽ അതും പറഞ്ഞറിയിക്കുക. ടോപ്പിക്കുകളിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇനി സജഷനും സംഭവം ഉണ്ടെങ്കിൽ അതും പറഞ്ഞറിയിക്കുക. ആൻഡ് അത് പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞ പോലെ നമ്മളെല്ലാ ഫ്രൈഡേ ഈവനിങ്ങിലുമാണ് നമ്മുടെ ലൈവും സംഭവം പോകുന്നത്. അപ്പോൾ എപ്പോഴൊക്കെ ലൈവ് കാണണമെങ്കിൽ അത് നമ്മുടെ കനേഡിയൻ ടൈം 9 PM ആണ്. അപ്പോൾ അതനുസരിച്ച് ഇല്ലെങ്കിൽ 8 PM, അപ്പോൾ ആ ഒരു സമയം അനുസരിച്ചായിരിക്കും നമ്മൾ പോകുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ ഈ ഒരു ഇന്നത്തെ എപ്പിസോഡ്. അപ്പോൾ എഗെയിൻ എന്തെങ്കിലും തോട്ട്സ് ഞാൻ പറഞ്ഞല്ലോ ഉണ്ടെങ്കിൽ പറഞ്ഞറിയിക്കാം. ദാറ്റ് ബീങ് സെഡ് ഇന്നത്തെ എപ്പിസോഡ് റാപ്പ് അപ്പ് ചെയ്യാണ്. സോ എല്ലാവരും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ. സബ്സ്ക്രൈബ്.